എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് സ്റ്റൈലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മാറുന്ന ജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മെ പിന്തുടരുന്നുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങൾ എന്തെല്ലാമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ. ഡോക്ടറിനെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, നമ്മൾ ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മളെല്ലാവരും വളരെ വ്യാകുലപ്പെടുന്നൊരു കാര്യം അല്ലേ, കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ആരോഗ്യം. യെസ് യെസ് ഡെഫിനറ്റ്ലി. കാരണം ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ അഡൾട്ട്സ് ആകാൻ പോകുന്നു അല്ലേ. അപ്പം എല്ലാവരും ലൈക്ക് പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഭയങ്കര കൺസേൺ കുട്ടികളുടെ കാര്യം വരുമ്പോൾ. അപ്പം നമ്മുടെ കൺസേൺസ് ശരിയാണോ, നമ്മൾ അതിൽ ചില കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് മാൽന്യൂട്രിഷൻ, പോഷകാഹാരക്കുറവ് കൂടി വരുന്നുണ്ട്. മാൽന്യൂട്രിഷൻ ആക്ച്വലി രണ്ട് രീതികളുണ്ട്. ഓക്കെ, കുറവും വരുന്നു, കൂടുതലും രണ്ടും മാൽന്യൂട്രിഷനാണ്. കാരണം ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കാത്തപ്പോഴാണ് മാൽന്യൂട്രിഷൻ എന്ന് നമ്മൾ പറയുന്നത്. പോഷകങ്ങൾ അത് ഒരു പക്ഷേ അത് കുറവ് കിട്ടുമ്പോൾ, വളരെ കുറവെന്ന് വെച്ചാൽ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഭക്ഷണം കിട്ടാത്തൊരു കുട്ടിക്കുണ്ടാകുമ്പം അത് മാൽന്യൂട്രിഷൻ. പണ്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഡെഫിഷ്യൻസി വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ഡെഫിനിഷൻ അതായിരുന്നു മാൽന്യൂട്രിഷൻ. പക്ഷെ ഇന്നത്തെ ലോകത്ത് നമ്മൾ വേറൊരു തരം മാൽന്യൂട്രിഷനും കണ്ടുവരുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ട് കുട്ടികളുടെ. അതായത് കുട്ടികൾ കൂടുതൽ കാലറീസ് കിട്ടുന്നുണ്ട്, ബട്ട് നോട്ട് നെസസറിലി ദ നറിഷ്മെന്റ്. അതും മാൽ ന്യൂട്രിഷൻ ആണ്. പ്രോപ്പർ കണ്ടന്റ് കിട്ടാതെ വെറുതെ കുറേ കിട്ടി വരുന്നു, കുറേ എംറ്റി കാലറീസ് അവർക്ക് ചെല്ലുന്നുണ്ട്. അതിലൂടെ അവർക്ക് നറിഷ്മെൻറ്റോ ന്യൂട്രിഷനോ കിട്ടുന്നില്ല. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള മാൽ ന്യൂട്രിഷൻ. സോ ദാറ്റ് ഈസ് വൺ തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ദി അതർ തിങ് ഇസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ലിറ്റിൽ ബിറ്റ് കുറച്ച് എക്സസൈസിനെ പറ്റി, ബോൺ ഹെൽത്തിനെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മൾ പാലിനെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കും. അപ്പം ആദ്യത്തെ സിനാരിയോ നമുക്ക് എടുക്കാം, മാൽ ന്യൂട്രിഷനെ കുറിച്ച് തന്നെ. മാൽ ന്യൂട്രിഷനിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോഷകം ആവശ്യത്തിന് കിട്ടുന്നില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമുണ്ട്, പ്രത്യേകിച്ച് 3 വയസ്സിന് മുന്നേ ഉള്ള പ്രായം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഗ്രോത്തിൽ, വളർച്ചയിൽ സ്റ്റണ്ടിങ്, അതായത് വളർച്ച കുറവുണ്ടാകുന്നത് മെയിൻലി 3 വയസ്സ് വരെയുള്ള പ്രായത്തിലായിരിക്കും. അപ്പോൾ ഈ 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഓക്കെ, പോഷക കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പം ചില പഠനങ്ങൾ കാണിക്കുന്നത് ഒരു 100 grams 100 grams ഗ്രെയിൻസ് ഉണ്ടാവണം. ധാന്യങ്ങൾ, അരി, ഗോതമ്പ് മുതലായ പല റാഗിയുണ്ട്, പലതരത്തിലുള്ള ധാന്യങ്ങൾ. ഒരു 100 grams ഡെയിലി കുഞ്ഞുങ്ങൾക്ക് ചെല്ലണം. അതുപോലെ തന്നെ ഒരു 45 gram എങ്കിലും ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, പയർ, പരിപ്പ്, കടല വർഗ്ഗ സാധനങ്ങളിൽ നിന്നും കിട്ടണം. ഇപ്പോൾ ഈ 45 gram ലെഗ്യൂംസിന് പകരം വേണമെങ്കിൽ ഒരു മുട്ടയോ ഒരു 200 ml പാലോ ഇതിന് ഒപ്പം വരും. ഇതിന് പകരമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇത് ഡെയിലി കിട്ടേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദിവസേന ഇത്രയും ധാന്യങ്ങളും പയറുവർഗ്ഗ സാധനങ്ങളും കൊടുത്തു പോകണം. ഓക്കെ, ഇപ്പോൾ ഒരു മുട്ട ഒരു കുഞ്ഞ് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ അത്രയും വേണ്ടാതെ വരും. ഓക്കെ, നമ്മൾ 45 gram പയറുപരിപ്പ് കടലവർഗ്ഗ സാധനങ്ങളും അതിൻ്റെ പുറമേ 200 ml പാലും അതിൻ്റെ പുറമേ 1-2 മുട്ടയും ഇത്രയൊന്നും നമ്മൾ കൊടുക്കേണ്ട, അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കോമൺ സെൻസ് അപ്രോച്ച് വേണം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫുഡുകൾ കൊടുക്കണം. വെറൈറ്റി വേണം. ഇതിന് അപ്പുറം അവർക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കൊടുക്കണം. കുഞ്ഞുങ്ങൾ പൊടിയായിരിക്കുമ്പോൾ തന്നെ, എന്ന് വെച്ചാൽ പൊടി എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പ്രായമാകുമ്പോൾ ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന പ്രായം നമ്മൾ പല ഫുഡ്സും ഒരു അല്പമായിട്ട് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഹെൽത്തി സാധനങ്ങൾ. പലരും പറയും എൻ്റെ കുഞ്ഞുങ്ങൾ പച്ചക്കറി കഴിക്കാറില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കില്ല. വലിയ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അത് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് ഒരു സാധനം ഒരു 7 തവണ അവരത് നുണഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് കിട്ടിയാലും അവർക്കത് പരിചിതമായൊരു ഭക്ഷണമാവുകയും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന 1-2 പ്രാവശ്യം കൊടുത്ത് കഴിക്കില്ലെങ്കിൽ നിർത്തി. അതുകൊണ്ട് വളരെ ചെറിയൊരു അംശം മതി, ഒരു ഓറഞ്ചിൻ്റെ പകുതി അല്ലി ആയാലും മതി.
അത് ഒരു ദിവസം കൊടുക്കുക. തുപ്പിക്കളയും, രണ്ടാമത്തെ ദിവസം കൊടുക്കും, രണ്ടാമത്തെ ദിവസം തുപ്പിക്കളയുമായിരിക്കും, മൂന്നാമത്തെ ദിവസം ആ പകുതി എല്ലിയുടെ പകുതി ചിലപ്പം ചെന്നെന്നായിരിക്കും, നാലാമത്തെ ദിവസവും നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരല്പം ആ ടേസ്റ്റ് തുടർച്ചയായിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അവർ ആ ടേസ്റ്റ് പഠിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അത് മാറിയും തിരിഞ്ഞ് കൊടുക്കും. അതുപോലെ എല്ലാ ഫുഡ്സും, എല്ലാ പച്ചക്കറികളും, എല്ലാ പയറുപരിപ്പ് വർഗ്ഗ സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. യങ്ങർ ഏജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർ വലുതായി കഴിഞ്ഞാലും അവരത് ഭക്ഷിക്കും, ഫോളോ ചെയ്തു. പിന്നെ നമ്മുടെ മറുവശത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, കൂടുതൽ അവസരം, കൂടുതൽ empty calories. കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താണ് അല്ലേ, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്താണ് പൊണ്ണത്തടി. ഇപ്പൊ കൂടുതൽ വരുന്ന ഇതാണല്ലോ പൊണ്ണത്തടി അയക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, മോള് വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലേ, മെലിഞ്ഞിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ എല്ലാവരും, മെലിഞ്ഞിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ പറയുന്നത് എന്താ ഇവർക്ക് ഫുഡൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ചിന്ത വരുന്നു. എന്നാൽ കൊച്ചിന് തടിയുണ്ടോ തടിയില്ലെന്ന് വെച്ചാൽ അമ്മേനെയും കൂടി നോക്കുന്നത്, അത് വെച്ചാണ് അമ്മയുടെ കൊച്ചിനെ കെയർ ചെയ്യണ രീതി അവരളക്കുന്നത്, അമ്മയുടെ കാലിബർ. അപ്പൊ അമ്മയ്ക്ക് എന്തോ അമ്മ ശോഭന കൊച്ചിനെ നോക്കുന്നില്ല എന്നൊരു ധ്വനിയിലൂടെയാണ് മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളും വളരെ മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം നമ്മളോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം, അവരുടെ വണ്ണം അല്ല അവരുടെ ആരോഗ്യം. അവർക്ക് എപ്പോഴും ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ, അവർക്ക് എപ്പോഴും കാലുവേദന, കൈവേദന, അങ്ങനെ വേദനകൾ പറയുന്നുണ്ടോ, അവരുടെ ആരോഗ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ വയറിൻ്റെ വണ്ണമോ കൈയുടെ വണ്ണമോ കാലിൻ്റെ വണ്ണമോ ചബ്ബിയായിട്ടിരിക്കുകയാണോ, അങ്ങനെ ചബ്ബിയായിട്ടൊക്കെ ഇരിക്കുന്നത് നല്ല കാണാൻ രസമുണ്ട്, പക്ഷേ ആരോഗ്യം വെദർ ദേ ആർ ഹെൽത്തി ഓർ നോട്ട്, അവർക്ക് ഒത്തിരി അലർജീസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സമീകൃത ആഹാരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഹെൽത്തി ആയിട്ട് വളരും. പക്ഷെ നമ്മൾ കൂടുതൽ ഈ empty calories ഉള്ള ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ ഇപ്പം ഒത്തിരി ചോറ്, ഒത്തിരി ഗോതമ്പ്, ഒത്തിരി ബ്രെഡ്, അതിൻ്റെ കൂടുതൽ വറുത്തതും പൊരിച്ചതുമായ ബ്രെഡിൻ്റെയും ഗോതമ്പിൻ്റെയും അല്ല മാവിൽ നിന്നുണ്ടാകുന്ന മറ്റു പല കാര്യങ്ങളും, കുറേ സാധനം, ബേക്കറി ഐറ്റംസും സ്നാക്സും വളരെ എളുപ്പത്തിന് അവന് കയറ്റി വിദേശത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇവിടെ പൈസും സോസേജ് റോൾസ് ഒക്കെ ഫ്രോസൺ ആയിട്ട് ഫ്രീസറിൽ നിറച്ചങ്ങ് വെക്കും. എന്നിട്ട് വൈകുന്നേരം കുട്ടികൾ വരുമ്പം അവന് കയറ്റുക, ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക, കുട്ടികൾ കഴിക്കുക. കണ്ടാൽ നല്ല ഹെൽത്തി ആയിട്ട് തോന്നും, പക്ഷേ ദാറ്റ് ഈസ് അവർ ഒബീസിറ്റിയിലേക്ക്, അതായത് അമിതവണ്ണത്തിലേക്ക് നയിക്കുകയാണ് ആ കുട്ടികളെ. സോ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ട്രൈ ആൻഡ് ഗിവ് ദം ഹോൾ ഫുഡ്സ്, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും സീഡ്സും. ഫ്രൂട്ട്സ് കൊടുക്കുന്ന ഫ്രൂട്ട് ജ്യൂസ് മേടിച്ച് കൊടുക്കും. അതെ, അത് വളരെ ദോഷകരമായ ഒരു കാര്യം. കാരണം അതിനകത്ത് കൂടുതൽ ഷുഗർ കണ്ടന്റ് മാത്രമാണ്, അതിൻ്റെ ഫൈബർ കണ്ടന്റ് മാറ്റി നമ്മൾ അതിൻ്റെ ഷുഗർ മാത്രമാണ് കൊടുക്കുന്നത്. സോ ഗിവ് ദം ഹോൾ ഫ്രൂട്ട്സ്, നാച്ചുറൽ ഫ്രൂട്ട്സ് കൊടുക്കുക. വിഷമെന്ന പേടിയുള്ള ആൾക്കാർ നന്നായിട്ട് കഴുകി ഫ്രൂട്ട്സ് കൊടുക്കുക. പിന്നെ നമ്മൾ പൊളിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അനാറ് പോലെ, നമ്മൾ പോമഗ്രാനറ്റ് പൊളിക്കുന്ന, ഓറഞ്ചസ്, ആപ്പിളൊക്കെ വേണമെങ്കിൽ സ്കിൻ അത്രയും ഒരു വിഷം, ഒരു പെസ്റ്റിസൈഡ്സ് ഒക്കെ ഒരു വലിയ കൺസേൺ ഉള്ള സ്ഥലങ്ങളിൽ അതൊക്കെ പീൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ യു കൻ ഈറ്റ് ഇറ്റ് ഹോൾ. ഓക്കെ, സോ ദർ ആർ പ്രാക്ടിക്കൽ വഴികളുണ്ട് നമുക്കിതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ ബോൺ ഹെൽത്ത്. കുഞ്ഞുങ്ങളിൽ നമ്മൾ അവരുടെ എല്ലിൻ്റെ ബലം, അപ്പോൾ എല്ലാവരുടെയും ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മൾ പാലധികമായിട്ട് കൊടുത്താൽ ആരോഗ്യം വരും. കുട്ടികളിൽ ബോൺ ഹെൽത്ത് അല്ലെങ്കിൽ എല്ലിൻ്റെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവർ മുതിരുമ്പോൾ ലൈക്ക് ഓൾഡ് ഏജിലുള്ള ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറേയൊക്കെ കുഞ്ഞുനാളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആഹാരം മാത്രമേ ബലത്തിൻ്റെ പുറത്താണത്. ഓക്കെ, സോ ബോൺ ഹെൽത്തിന് എന്താ വേണ്ടത്? യെസ്, വി നീഡ് വൈറ്റമിൻ ഡി, വി നീഡ് കാൽസ്യം, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. കാൽസ്യം പാലിൽ നിന്ന് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് നല്ല ഇലക്കറികളിലൂടെ, നല്ല പച്ചക്കറികളിലൂടെ ഒക്കെ നമുക്ക് കാൽസ്യം കിട്ടും. ഓക്കെ, സോ അപ്പം ഭക്ഷണത്തിൽ നമുക്ക് കാൽസ്യം കിട്ടുന്നു, നമ്മൾ കുട്ടികളൊക്കെ വെയിലത്തൊക്കെ അല്പം കളിക്കുന്നു, കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ വിടാനും പേടിച്ചിരിക്കുകയല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെയിൽ ആവശ്യത്തിന് കൊള്ളണം. അധികമൊന്നും പറയുന്നില്ല, രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലൊക്കെ വളരെ സേഫായിട്ട് കുറച്ച് നേരം അവർക്ക് കൊള്ളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ, പല സ്റ്റഡീസ് ഇപ്പം കാണിക്കുന്നത് കുട്ടികളുടെ എക്സസൈസ്, അവർ കുഞ്ഞുനാളിൽ വെൻ ദേ ആർ ചിൽഡ്രൻ, അവരുടെ എക്സസൈസ് അവരുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത്തിനെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സ്റ്റഡി നടത്തി. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്കൂളിൽ കുട്ടികളെ
പ്യൂബർട്ടി ഒന്നും എത്തുന്നതിന് മുമ്പത്തെ ഒരു Puberty stage കുട്ടികളെ, അതിന് മുമ്പ് കുട്ടികളെ ഒരു 2 അടി പൊക്കത്തുനിന്ന് താഴെ ചാടാനായിട്ട് ഒരു എക്സസൈസ്. ഓക്കെ, സിമ്പിൾ എക്സസൈസ്. ബോക്സ് 2 അടി പൊക്കത്തുള്ള ബോക്സ്, കുട്ടികൾ താഴോട്ട് ചാടുന്നു. ഇത് അവർ ആഴ്ചയിൽ 3 ദിവസം വെച്ച് ചെയ്തു. ഒരു 7 മാസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ ഈ എക്സസൈസ് ചെയ്ത കുട്ടികളും ഒരു കൺട്രോളായിട്ട് ഈ എക്സസൈസ് ചെയ്യാതെ വളരെ സ്ട്രെച്ചസും എയറോബിക്സും മറ്റ് എക്സസൈസ് ചെയ്ത കുട്ടികളായിരുന്നു കൺട്രോൾസ്. ഈ എക്സസൈസ് ചെയ്ത കുട്ടികളുടെ ബോൺ മിനറൽ ഡെൻസിറ്റി മറ്റു കുട്ടികളെക്കാളും വർദ്ധിച്ചതായിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഷുഡ് എൻകറേജ് അവർ ചിൽഡ്രൻ ടു പ്ലേ ആൻഡ് എൻകറേജ് ഈവൻ ദീസ് ജമ്പിങ് കൈൻഡ് ഓഫ് എക്സസൈസസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈൽഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ മാം, നമ്മളിപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യം, കളിക്കാനുള്ള കാര്യം, ഇതൊക്കെ നമ്മളിപ്പോൾ വളരെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊന്നും പുറത്തോട്ട് വിടുന്നില്ല, വീട്ടിൽ തന്നെ അടച്ചു വെക്കുന്നു, അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും എല്ലാ തരത്തിലുള്ള ഫുഡും ഇന്ന് നമുക്ക് എല്ലാ മാർക്കറ്റും അവൈലബിൾ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാരൻസ് വിചാരിക്കുന്നത് എൻ്റെ കുട്ടി ഇന്ന ഫുഡ് കഴിച്ചാൽ എൻ്റെ ക്രെഡിറ്റാണ്. ആ ഒരു രീതി തുടരുന്നുകൊണ്ട് ഇപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന പല ഫ്രൂട്ട്സും ഇന്ന് അവഗണിക്കുകയാണ്. അപ്പോൾ മാൽന്യൂട്രീഷൻ കൊണ്ടുള്ള കുറവ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ മാൽന്യൂട്രീഷൻ അധികമായാൽ എന്തൊക്കെ വരാം എന്നുള്ളൊരു വേറിട്ടൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. ഇതിനെക്കുറിച്ച് ഇത്രയും ആധികാരികമായിട്ടും നല്ല രീതിയിലും സംസാരിച്ചതിനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടർക്ക് നന്ദി പറയുന്നു. ഇനി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായി കാണാം. നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്.